നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഓക്കെ, ജനറൽ റീഡിംഗ് കൂടി നിങ്ങൾ പ്ലീസ് കാണുക. ഓക്കെ, അതിൽ നല്ലൊരു ടോപ്പിക് എന്ന് എനിക്ക് തോന്നിയിരുന്നു, ഞാൻ ഇട്ടിട്ടുണ്ട്, ഒന്ന് പറ്റിയാൽ കാണാം. ഓക്കെ, ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിങ്ങിലെ ക്വസ്റ്റ്യൻ 2 പൈൽ വെക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് പൈൽ റെഡ് കളർ കോക്ക്, നിങ്ങൾക്ക് കളർ വെച്ച് ചൂസ് ചെയ്യാം. കോക്ക് ഇഷ്ടമാണെങ്കിൽ കോക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ആൻഡ് സെക്കൻഡ് കളർ ഗ്രീൻ സ്പ്രൈറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഫസ്റ്റ് പൈൽ അല്ലെങ്കിൽ സെക്കൻഡ് പൈൽ 1 or 2 അങ്ങനെയും സെലക്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ കളർ അല്ലെങ്കിൽ കോക്ക് സ്പ്രൈറ്റ്. ഓക്കെ, ചൂസ് ചെയ്തോളൂ. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ എടുക്കാൻ പോകുന്നത് ആദ്യം നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് ഞാനൊന്ന് നോക്കും, ആൻഡ് അവരുടെ നിങ്ങളോടുള്ള ഫീലിങ്സ്. ഓക്കെ, ഞാൻ എന്തോ ഒരു കാര്യം കൂടി ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചു. ഓക്കെ, ഇത് ഞാൻ പറയാൻ വന്നത് ഇത് ആരുമാവാം. ഓക്കെ, ഞാൻ അങ്ങനെ ഇരിക്കട്ടെ എന്ന്. നിങ്ങൾ ആരെക്കുറിച്ച് വേണമെങ്കിൽ ചിന്തിക്കാം. ഇതിപ്പോൾ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആവണമെന്നില്ല. നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഫ്രണ്ട് ആവാം, റിലേറ്റീവ്സ് ആവാം, ഫാമിലി ആവാം, ഫാമിലി മെമ്പർ ആവാം, സിസ്റ്റർ ബ്രദർ, എന്തോ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, കൊളീഗ് ആയിക്കോട്ടെ, ആര് വേണമെങ്കിൽ ആയിക്കോട്ടെ. ഓക്കെ, ഇന്നത്തെ റീഡിങ് ഞാൻ കുറച്ച് ജനറലായിട്ട് വെക്കാൻ പോകണ റിലേഷൻഷിപ്പിന്. സോ അങ്ങനെ എടുത്തോളൂ നിങ്ങൾ. ഓക്കെ, സോ ആ പേഴ്സൺ എന്താണ്, ആൻഡ് അതിൽ ഞാൻ കിട്ടുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും തോന്നുന്നത് ഞാൻ പറയാം. അതായത് റിലേഷൻ നിങ്ങളുടെ എന്താണെന്നുള്ളതും, അല്ലെങ്കിൽ അത് നിർബന്ധമല്ല, ബട്ട് ഞാൻ പറയാം. ആ പേഴ്സണിനെ കുറിച്ച് പറയാം, ആൻഡ് അവർക്ക് നിങ്ങളെക്കുറിച്ച് അവരെന്താ ചിന്തിക്കുന്നത് എന്നുള്ളതും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ജനറൽ ആയിട്ടാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. റിലേഷൻഷിപ്പ് തന്നെ, പക്ഷെ കുറച്ചുകൂടി ജനറൽ ആയിട്ടായിരിക്കും. റിലേഷൻഷിപ്പ് എന്ന രീതിയിലല്ല, ലവ് റിലേഷൻഷിപ്പ് എന്ന രീതിയിലല്ല. സോറി, തൊണ്ട ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നെ എപ്പോഴും. ഓക്കെ, ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർ, നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തി, അവരെക്കുറിച്ച് നമുക്കൊരു കുറച്ച് കാർഡ്സ് എടുക്കാം. അവരെ കുറിച്ച് 10 of cups, 2 of wands ആൻഡ് ജസ്റ്റിസ്. ഇവിടെ എംപ്രസ് ഉണ്ട് ഇവിടെ താഴെ. ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിക്കാൻ പറ്റില്ല കാർഡ്സ്, ചിലത് ഇവിടെ കാണിക്കാൻ പാടില്ല. യൂട്യൂബിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഐ ഹോപ്പ് നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ചില കാർഡ്സ് നമ്മൾ ന്യൂഡിറ്റി ഉള്ളതുകൊണ്ട് കാണിക്കാൻ പാടില്ല. ഓക്കെ, ഞാനതാ കാണിക്കാത്ത. ഇവിടെ ഉണ്ട്, എംപ്രസ് ആണ് ഇതിൽ. സോ എനിക്ക് തോന്നുന്നത് കൂടുതലും നിങ്ങൾ ചോദിക്കുന്ന വ്യക്തി നിങ്ങളുടെ ഫാമിലി മെമ്പറാണ്. ഓക്കെ, ഫാമിലി മീൻസ് അവിടെ നിർബന്ധമില്ല കേട്ടോ. കുറച്ച് പേർക്ക്, ലൈക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഫാമിലി മെമ്പറിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. പാരൻസിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാരീഡ് ആയിട്ടുള്ള ആരെങ്കിലും, നിങ്ങളുടെ ലൈഫ് ലൈക്ക് സിസ്റ്റർ, ബ്രദർ, ഫ്രണ്ട്സ് ആരെങ്കിലും, ഈവൻ അതും ആവാം, ആയിക്കൂടാന്നില്ല. ആ ഫാമിലി ഉള്ള ആൾക്കാരായിരിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ കൊളീഗ്സോ ആരെങ്കിലും മാരീഡ് ആയിട്ടുള്ള ആരെങ്കിലും കുറിച്ചായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത്. കാരണം ഇവിടെ ഇതും ഫാമിലി ഉണ്ട്, എംപ്രസും ഫാമിലിയാണ്. മീൻസ് ഒരു മാരീഡ് ലേഡി എന്ന രീതിയിലാണ് നമ്മൾ പറയാം. ഒന്നുമില്ലെങ്കിൽ മാരീഡ് ലേഡി ആവാം, അല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ള ഏതെങ്കിലും പേഴ്സൺ ആവാം. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് അവരുമായിട്ട് എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഓക്കെ, എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും നിങ്ങളുടെ മനസ്സിൽ ആ പേഴ്സണിനെ കുറിച്ച്. ലൈക്ക് നിങ്ങൾക്ക് അവരെക്കുറിച്ച് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു വലിയ ഉറപ്പില്ല അവരൊരു ജെനുവിൻ പേഴ്സൺ ആണോ, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പേഴ്സൺ ആണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്. ഇതിപ്പോൾ എന്തും ആവാട്ടോ, ഈവൻ ലൈക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനെ കുറിച്ചാവാം, വൈഫിനെ കുറിച്ചാവാം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെക്കുറിച്ചാവാം, എന്തും ആവാം. ഞാൻ ജസ്റ്റ് കണ്ടതുകൊണ്ട് ഒന്ന് എടുത്ത് പറഞ്ഞത് മാത്രം. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ മാരീഡ് ആയിരിക്കാം, ലൈക്ക് അവർക്ക് ഫാമിലി ഉണ്ടാവാം എന്നൊരു ജസ്റ്റ് ഒരു മേ ബി. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട് ആവാം, നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് നിങ്ങളുടെ ആവാം. അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ട്സ്, മാരീഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കാം, മാരീഡ് ആയിട്ടുള്ള കൊളീഗ് ആവാം, എന്തും ആവാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ട് ആ പേഴ്സണിനെ കുറിച്ച്. എന്നിട്ട് അവർ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് വളരെയധികം ഡൗട്ട് ഉണ്ട്. നിങ്ങൾ അവരെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ലൈക്ക് എന്തോ ഒരു നിങ്ങൾക്കൊരു തോന്നൽ അവരൊരു ജെനുവിൻ അല്ലേ എന്നുള്ളൊരു തോന്നൽ, ഐ തിങ്ക്. ഓക്കെ, അവർ നിങ്ങളോട് ന്യായം ചെയ്തില്ല എന്ന തോന്നലായിരിക്കാം ചിലപ്പോൾ. അത് ചെയ്യുമോ എന്നുള്ള ഡൗട്ടായിരിക്കാം. നിങ്ങൾ വല്ല പാർട്ട്ണർഷിപ്പൊക്കെ ആണെങ്കിൽ അവർ നിങ്ങളോട് ന്യായമായത് ചെയ്യുമോ എന്നുള്ള ഡൗട്ടായിരിക്കാം. ഐ തിങ്ക് നിങ്ങളവരെ വാച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം. ഓക്കെ, യെസ്, അങ്ങനെ ആയിരിക്കാം. ദെൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, ആ പേഴ്സണിനെ കുറിച്ച്
ഓക്കെ, Ace of Pentacles, Seven of Cups, Sun card. ട്രസ്റ്റ് ചെയ്യാം എന്നാണ് എനിക്ക് കാണുന്നത് ആ പേഴ്സണിനെ. ഓക്കെ, ഐ തിങ്ക് മേ ബി നിങ്ങൾക്ക് മാരേജ് ഓഫർ വന്നതായിരിക്കാം ആ പേഴ്സണിൻ്റെ ഭാഗത്തുനിന്ന്. യെസ്, ഓക്കെ, ഞാൻ പറഞ്ഞു തന്നെ. ഓക്കെ, ചിലവർക്ക് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട് ദാറ്റ് ഈ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അവർ കാണിക്കുന്ന സ്നേഹം ശരിയാണോ, ശരിക്കുമുള്ളതാണോ, അവർക്ക് ലൈക്ക് അങ്ങനെ ഒരു ഐ തിങ്ക് നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് അതാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ അതായിരിക്കും. ഓക്കെ, ബട്ട് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ആ പേഴ്സണെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം എന്നാണ്. ഓക്കെ, അവർ നിങ്ങൾക്ക് ഓഫർ തരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓഫർ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമ്മളിവിടെ പല റിലേഷൻഷിപ്സ് പറഞ്ഞു. സോ അതുകൊണ്ട് ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾക്ക് കെയർ തരുന്നുണ്ടാവും അവർ. ഓക്കെ, നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് മാരേജ് ഓഫർ തന്നു കാണാം ചിലവർക്ക്. അപ്പം നിങ്ങൾക്ക് ലൈക്ക് ട്രസ്റ്റ് ചെയ്യാം ആ പേഴ്സണിനെ എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഡ്രീംസ് ആലോചിക്കുന്നുണ്ട്. അവർക്ക് ലൈക്ക് അതായത് അവർക്കൊരു ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നിങ്ങളെക്കുറിച്ച് എന്ന് പറയാം. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർ നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളോട് സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട് എന്ന രീതിയിലാണ്. ഓക്കെ, അവരുടെ ലൈഫിൽ ചില കാര്യങ്ങൾ അല്ല അത് അങ്ങനെ വേണ്ട, ഇതിവിടെ എനിക്ക് ഫീൽ ചെയ്യുന്ന നിങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് ഡ്രീംസ് ഉണ്ട്, അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എന്ന് പറയാം. ഓക്കെ, ദിവാസ്വപ്നം കാണുന്നുണ്ട് എന്നൊക്കെ പറയാം ശരിക്കും. ഓക്കെ, ആൻഡ് നിങ്ങളുടെ കൂടെ അവർ ഹാപ്പി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് അവർ ജെനുവൻ ആയിട്ടൊരു ശരിക്കും ഒരു കമ്മിറ്റഡ് ആയിട്ടാണ് അവർ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത്. നിങ്ങൾക്കാണ് മനസ്സിൽ ഐ തിങ്ക് ഡൗട്ട് വരുന്നത്, ഈ പേഴ്സൺ വേണോ നിങ്ങളുടെ ലൈഫിൽ, അതോ അവരെന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഒരു ഡൗട്ട് പോലെയുണ്ട്. ബട്ട് ഇവിടെ ചിലപ്പോൾ മാരേജ് ഓഫർ തന്നതായിരിക്കാം. നിങ്ങൾ വേണോ, കമ്മിറ്റ്മെൻറ്റ് വേണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ബട്ട് യെസ്, പേഴ്സൺ ജെനുവൻ ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത്. അവർക്ക് നിങ്ങളോട് ശരിക്കും സ്നേഹമായിട്ടും കുറേ പേർക്ക് ഐ തിങ്ക് ആ മാരേജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. ഏസ് ഓഫ് പെന്റിക്കിൾസും കണ്ടതുകൊണ്ട്. ആൻഡ് ഇവിടെ എംപ്രസ് ആയിരുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞത് മാരേജിൻ്റെ കാർഡാണ്. ഓക്കെ, മാരേജിൻ്റെ കാർഡ് തന്നെയാണ്. സോ മാരേജ് ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ ജെനുവൻ ആയിട്ട് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം, ആ പേഴ്സണിനെ ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ വേറെ വല്ല റിലേഷൻഷിപ്സ് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിലും ശരി, ആരായാലും ശരി, ഫ്രണ്ട് ആയാലും ശരി, ഫാമിലി മെമ്പർ ആയാലും ശരി, എന്ത് തന്നെ ആയാലും ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, അവർ നിങ്ങളോട് കാണിക്കുന്ന കെയറും കാര്യങ്ങളും എല്ലാം ജെനുവിൻ ആണ്. ഓക്കെ, അവർ വെറുതെ കാണിക്കുന്നതല്ല, അവർക്ക് ശരിക്കും നിങ്ങളോട് കൂടെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അവർക്ക് നിങ്ങളുടെ കൂടെ കമ്മിറ്റഡ് ആയിട്ട് തന്നെയാണ് അവർ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, വളരെ ജെനുവിൻ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഇവിടെ എനിക്ക്. അതിപ്പോൾ എന്ത് തന്നെയായാലും, ഈവൻ ഫ്രണ്ട്സ് ആയാലും ശരി, കൊളീഗ്സ് ആയാലും ശരി, ഫാമിലി മെമ്പർ ആണെങ്കിലും ശരി, നിങ്ങൾക്ക് അങ്ങനെ മനസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ശരിക്കും അവർ ട്രസ്റ്റ് വർതി ആണ് എന്ന് തന്നെയാണ് എനിക്ക് കാണുന്നത്. അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും എനിക്ക് നോക്കട്ടെ. 8 of Wands, 7 of Wands, എക്സാക്ട്ലി. ഓക്കെ, ഇത് കുറേ പേര് എനിക്ക് ലവ് റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്. നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് ചെയ്യാം അവരെ. ഓക്കെ, അവർ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കും. ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ റെഡിയാണ് അവർ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി എന്തും എഫേർട്ട് എടുക്കാൻ അവർ തയ്യാറാണ്. നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. റൊമാൻറ്റിക് ആണെങ്കിൽ ഓക്കെ, അവർക്ക് ജെനുവിൻ ആയിട്ട് ഫീലിങ്സ് ഉണ്ട് നിങ്ങളോട്. ഓക്കെ, വേറെ കുറച്ച് പേര് ഞാൻ പറഞ്ഞ പോലെ നോർമൽ റിലേഷൻഷിപ്പ് നിങ്ങൾ വല്ലതും ആണെങ്കിൽ ആ പേഴ്സൺ ശരിക്കും ജെനുവിൻ ആയിട്ട് നിങ്ങളോടൊരു ഫ്രണ്ട്ഷിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് ശരിക്കും നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടമാണ്. ഇതുപോലെ പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ആയിരിക്കും ചിലപ്പോൾ, മേ ബി, ഐ ഡോണ്ട് നോ, എന്തോ അങ്ങനെ എനിക്ക് പറയാൻ തോന്നി. സോ കുറച്ച് പേർക്ക് അവർ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, നിങ്ങൾ തമ്മിൽ സംസാരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ശരിക്കും ആളെക്കുറിച്ച് വളരെ ഒരു സ്റ്റേബിൾ പേഴ്സൺ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഐ തിങ്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. ബട്ട് മേ ബി നിങ്ങളുടെ പാസ്റ്റ് വല്ല അനുഭവങ്ങളോ കാര്യങ്ങളോ ആയിരിക്കാം നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് തോന്നുന്നത്. ബട്ട് ഈ പേഴ്സൺ ജെനുവിൻ ആണ്. ഓക്കെ, അവർ നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് തന്നെയാണ്. അതിപ്പോൾ എന്ത് റിലേഷൻഷിപ്പ് ആയാലും ശരി. ഓക്കെ, ഇവിടെ ജനറലായിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ ഓൾറെഡി ജസ്റ്റിസ് വന്നിരുന്നു. സോ യെസ്, അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാം. ഞാനൊരു ഒറക്കിൾ മെസ്സേജിൻ്റെ വെച്ചിട്ടുണ്ട്, നോക്കാം എന്തെങ്കിലും കിട്ടുന്ന മാച്ചായിട്ട് വരുമോ നോക്കാം. നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തിയെക്കുറിച്ച് നമുക്ക് എന്താണ് ഒറക്കിൾ ഗൈഡൻസ് നോക്കാം. Okay, let's see. Okay. Healer of the ages. Very good. Okay. A thinking woman. 10 of Cups. 10 of Cups.
ജസ്റ്റിസ് കാർഡ്. ഓ മൈ ഗാഡ്, സീരിയസ്ലി വാവ്. ജസ്റ്റ് ഞാനൊന്ന് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നോക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്കാണ് പേടി. ഓക്കെ, നിങ്ങൾക്കാണ് ഫിയേഴ്സ്. ഓക്കെ, ഐ തിങ്ക് ഇവിടെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാനുള്ള പേടിയാണ്. ഓക്കെ, കാരണം നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ പല സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ടാവും. മുൻപ് ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ലെവലിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാനുള്ള ഇഷ്യൂസ് നിങ്ങൾക്കാണ്. ഓക്കെ, ബട്ട് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ജെനുവൻ ആയിട്ട്, ഞാൻ പറഞ്ഞു പാസ്റ്റ് ലൈഫിൻ്റെ കാര്യം പറഞ്ഞു, ജസ്റ്റിസിൻ്റെ കാര്യം പറഞ്ഞു, രണ്ടും മാച്ച് ആവുന്ന കാർഡാണ്. ആൻഡ് 10 ഓഫ് കപ്സ് നമുക്ക് ആദ്യം തന്നെ വന്ന കാർഡായിരുന്നു. യെസ്, അവർ നിങ്ങളെ ശരിക്കും ജെനുവൻ ആയിട്ട് നിങ്ങളുടെ അടുത്തുള്ള നല്ലൊരു റിലേഷൻഷിപ്പാണ് ആഗ്രഹിക്കുന്നത്. അതിപ്പോൾ എന്ത് തന്നെ ആയാലും, ഫാമിലി മെമ്പർ ആയാലും, ഫ്രണ്ട്സ് ആയാലും, കൊളീഗ് ആയാലും, ഈവൻ ലവ് റിലേഷൻഷിപ്പ് ആയാലും. ഓക്കെ, ഇവിടെ തിങ്കിങ് വുമൺ കാണുന്നത് നിങ്ങളാണ് ഓവർ തിങ്കിങ് ചെയ്യുന്നത്. എനിക്ക് തിങ്ക് വുമൺ ആവണമെന്നില്ല, മാൻ ആയാലും. ഓക്കെ, നിങ്ങളാണ് ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്, നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് നിങ്ങളുടെ പേടികളാണ്, തെറ്റൊന്നുമില്ല അതിൽ. ഓക്കെ, ബട്ട് അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരിക. കാരണം ട്രസ്റ്റ് ചെയ്യാൻ പഠിക്കാം. ഓക്കെ, ഇത് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കാൻ വന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് എടുത്തോളൂ. ഹീലർ ഓഫ് ദ ഏജസ് കാണുന്നുണ്ട്. നിങ്ങളെ ഹീലാക്കാനാണ് ഇവർ വന്നിട്ടുള്ളത്. അതായത് നിങ്ങളുടെ ആ ട്രസ്റ്റ് ഇഷ്യൂസ് മാറ്റിയെടുക്കാൻ. ഓക്കെ, നിങ്ങൾ ഇതുവരെ നിങ്ങളെ എല്ലാവരും ചതിച്ചിട്ടുണ്ടാവാം, ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങൾക്ക് പല അങ്ങനെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടാവും. ബട്ട് ഈ പേഴ്സൺ അങ്ങനെയല്ല. ഓക്കെ, ഐ തിങ്ക് ഇത് നിങ്ങളെ കെയർ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ശരിക്കും കൂടെ ഉണ്ടാവും നിങ്ങളുടെ. അതിപ്പോൾ മീൻസ് അമ്മ സ്ഥാനത്തായാലും, അച്ഛൻ സ്ഥാനത്തായാലും, ഫ്രണ്ടിൻ്റെ സ്ഥാനത്തായാലും, ഈവൻ റിലേഷൻഷിപ്പിൻ്റെ സ്ഥാനത്തായാലും, എന്ത് തന്നെയായാലും. ഓക്കെ, ഐ തിങ്ക് ഈ പേഴ്സൺ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, നല്ലൊരു വ്യക്തിയായിട്ട് തന്നെയാണ് ജസ്റ്റിസ് കാണുന്നുണ്ട്. അഗൈൻ, നിങ്ങൾ മേ ബി ഒരു ഫാമിലി ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും എന്ന രീതിക്ക് എടുക്കാം. മാരേജ് ഒക്കെ കഴിഞ്ഞാലും നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. കോൺട്രാക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മാരേജ് കോൺട്രാക്ട് എന്ന രീതിക്ക് എടുക്കാം. നിങ്ങൾ തമ്മിൽ ഒന്നിച്ചൊരു ലൈഫ് ബിൽഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് സീ. സെക്കൻഡ് പൈലിലേക്ക് പോകാം നമുക്ക്. വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ഗ്രീൻ സ്പ്രൈറ്റ് ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്താണ് നോക്കാം. നിങ്ങളൊരു പേഴ്സണിനെ കുറിച്ച് ചിന്തിക്കാം. ആൻഡ് നമുക്ക് അവരെക്കുറിച്ച് അറിയാൻ ശ്രമിക്കാം. ഐ മീൻ അവരെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് നോക്കാം. ആൻഡ് നിങ്ങൾക്ക് ആരും ആവാം, ഇത് റിലേറ്റീവ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം, എന്താ പറയുക, ലവ് റിലേഷൻഷിപ്പ് ആവാം, എന്തും ആവാം. സോറി കാർഡ്. ഓക്കെ, കൊളീഗ്സ് ആവാം, ഫാമിലി മെമ്പർ ആവാം, ആരും ആയിക്കോട്ടെ. ഓക്കെ, നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കാം. നമുക്ക് അവരെക്കുറിച്ച് കുറച്ച് കാർഡ്സ് എടുക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, പ്രിൻസ് ഓഫ് പെന്റക്കിൾസ്, വീൽ ഓഫ് ഫോർച്യൂൺ, 9 ഓഫ് സോർഡ്സ്. ഓക്കെ, ഇവിടെ ഓക്കെ, നിങ്ങൾ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെയുണ്ട് എനിക്ക് ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന്. ഒരു പേഴ്സൻ്റെ മെസ്സേജിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു എൻഡായി പോയ ചില റിലേഷൻഷിപ്സ് ആയിരിക്കാം. നിർബന്ധമില്ല കേട്ടോ. ഓക്കെ, ചിലപ്പോൾ കുറച്ചായിട്ട് ടച്ച് ഇല്ലാത്തതായിരിക്കാം. ഓക്കെ, പാസ്റ്റിലെ കണക്ഷൻസ് ആയിരിക്കാം. നിങ്ങൾ ആരെങ്കിലും ലൈക്ക് അവരുടെ ഒരു മെസ്സേജ് വരാൻ വെയിറ്റ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ 9 ഓഫ് സോർഡ്സ് ഉണ്ട് ഇവിടെ. നിങ്ങൾ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ച്. ഓക്കെ, മേ ബി നിങ്ങൾ ആരെങ്കിലും കോൺടാക്ട് ചെയ്യാൻ ആലോചിക്കായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മെസ്സേജ് ഇങ്ങോട്ട് വരുമോ എന്ന് ചിന്തിക്കുമായിരിക്കാം. ഇതിപ്പോൾ കൂടുതലും ലവ് റിലേഷൻഷിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഡെവിൾ എനർജി ആൻഡ് ഡെത്ത് ആക്ച്വലി എൻഡായി പോയ ഏതൊരു സിറ്റുവേഷൻ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എൻഡായ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അത് തിരിച്ച് വരുമോ എന്നുള്ള, ഐ തിങ്ക് യെസ്, വാക്കിംഗ് അവേ. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, എൻഡായി പോയ ഒരു സിറ്റുവേഷൻ തിരിച്ചു വരുമോ എന്നുള്ള ചിന്തയായിരിക്കും. കാരണം വീൽ ഓഫ് ഫോർച്യൂണും നമ്മൾ എന്തെങ്കിലും ഒരു സൈക്കിൾ വീണ്ടും റീസ്റ്റാർട്ട് ആവുക എന്നുള്ള രീതിയിലാണ്. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും എക്സിനെ കുറിച്ചായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. എക്സ് അല്ലെങ്കിൽ ഈവൻ റിലേഷൻഷിപ്പ് ഇപ്പോൾ മേ ബി അത്ര നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല, കോൺടാക്ട് ഉണ്ടാവില്ല, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. കാരണം ഇവിടെ ഡെത്തും 8 ഓഫ് കപ്സും ഒക്കെ ഉണ്ട്. വാക്ക് അവേ ചെയ്ത പോലെയുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ വിട്ടുപോയി. കിങ് ഓഫ് സോർഡ്സ്, യെസ്, ആരോടോ നിങ്ങൾ സെപ്പറേറ്റ് ആയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിപ്പോൾ ഈവൻ ലവ് റിലേഷൻഷിപ്പ് ആവണമെന്നില്ല കേട്ടോ. ഓക്കെ, ഏതെങ്കിലും നിങ്ങളുടെ പഴയ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ കോൺടാക്ട് ഇല്ലാത്ത ആൾക്കാർ, അങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ചും ആവാം.
അങ്ങനെ ഒരു പാസ്റ്റിലെ ഒരാളെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുന്ന പോലെയാണ്. അവർ തിരിച്ചു വരുമോ എന്നായിരിക്കാം, അല്ലെങ്കിൽ അവർ ലൈക്ക് അവരുടെ മെസ്സേജ് വരാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, അത് വരുമോ എന്നുള്ള ചിന്തയായിരിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് ആ പേഴ്സണിനെ കുറിച്ച് 5 കപ്സും ഉണ്ട്. നഷ്ടപ്പെട്ട കാര്യങ്ങൾ. യെസ്, പാസ്റ്റിൽ എന്തോ ലോസ് ആയ ഒരു കാര്യം, പാസ്റ്റിൽ നഷ്ടപ്പെട്ട ഒരു കാര്യം എന്നാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ തിരിച്ചു വരുമോ എന്നുള്ള നോക്കുന്ന പോലെയുണ്ട്. ആ പേഴ്സണിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, വെയിറ്റിംഗ് ആണ് നിങ്ങൾ. യെസ്, നിങ്ങൾ വെയിറ്റിംഗ് ആൻഡ് പ്ലാനിങ് എനിക്ക് കാണുന്നുണ്ട്. ലൈക്ക് നിങ്ങൾ സോറി, ഐ മീൻ ആ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ഭാഗത്തുനിന്ന്. ഓക്കെ, സൺ കാർഡ് ഉണ്ട് ഇവിടെ ആൻഡ് 3 ഓഫ് സോർഡ്സ്. പാസ്റ്റിൽ അവർ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അവർ നിങ്ങളെ ഹാർട്ട് ബ്രേക്ക് ആയിട്ട് പോയതായിരിക്കും. മേ ബി മാരേജ് ഒക്കെ ആണെങ്കിൽ, ചിലപ്പോൾ നിങ്ങൾ മാരീഡ്, നിങ്ങളെ ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ മേ ബി അത് നിങ്ങൾ ആ പേഴ്സൺ നിങ്ങളെ ലൈക്ക് ഹസ്ബൻഡ് ഓർ വൈഫ് നിങ്ങൾ ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ലൈക്ക് മാരേജ് കമ്മിറ്റ്മെൻറ്റ് തന്നിട്ട് മുന്നോട്ട് അവരെ കൊണ്ടുപോയില്ല, അങ്ങനെയാവാം. ഓക്കെ, അങ്ങനത്തെ ചില കാര്യങ്ങളാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഹാർട്ട് ബ്രേക്കിൻ്റെ ഒരു എനർജി, തേർഡ് പാർട്ടിയുടെ ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെയും 3 ഉണ്ട്, 3 നമ്പർ ഉണ്ട്. സോ തേർഡ് പാർട്ടിയുടെ എനർജി വീണ്ടും സ്ട്രോങ് ആണ്. ആക്ച്വലി എംപ്രസ് ആണിത് ആൻഡ് ഇവിടെയും 3 ആണ്. ഓക്കെ, സോ മേ ബി ഓക്കെ, ഏതെങ്കിലും മാരീഡ് പേഴ്സണിനെ കുറിച്ചായിരിക്കാം നിങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളെ കുറിച്ചായിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കാം. ഓൾറെഡി നിങ്ങളുടെ ലൈക്ക് നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് എന്ന രീതിക്കും എടുക്കാം. മേ ബി അവർ തേർഡ് പാർട്ടിയിൽ പോയി പെട്ട് കാണാം. അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. നിങ്ങളുമായിട്ട് കോൺടാക്ട് ഉണ്ടാവില്ല ചിലപ്പോൾ. അതുകൊണ്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ അവർ തിരിച്ചു വരുമോ എന്ന് നോക്കുമായിരിക്കും. ഓക്കെ, നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം. ഐ തിങ്ക് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം ആ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന്. ഓക്കെ, ഇനി പറയുകയാണെങ്കിൽ ജസ്റ്റ് ആദ്യം ഞാൻ ആ പേഴ്സണിനെ കുറിച്ചൊന്ന് നോക്കിയതാണ്. ഓക്കെ, ഇനി പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റും? പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് എന്താണ് പറയാനുള്ളത്? അവർക്ക് 5 Pentacles, World card, 5 Wands, King of Wands, Chariot, 3 Cups. ഓക്കെ, ആ പേഴ്സണും നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ വിഷമിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ അവരുടെ കാര്യം പറയുകയാണെങ്കിൽ അവരും നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ വിഷമിച്ചിരിക്കുന്നുണ്ട്. അതിപ്പോൾ ആരായാലും ശരി. അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ഹസ്ബൻഡ് വൈഫ് ആവാം, ഫാമിലി മെമ്പർ ആവാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, പഴയ ഫ്രണ്ട്സ് ആവാം, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, അവിടെ ഒരു ഇൻ്റർഫിയറൻസ് ഐ തിങ്ക് വേറൊരു വ്യക്തി നിങ്ങളുടെ ഇടയിൽ ഇൻ്റർഫിയർ ചെയ്തതാണ്. ഓക്കെ, നിങ്ങളെ തമ്മിൽ ഒരു അകൽച്ച വരാൻ റീസൺ ഐ തിങ്ക് തേർഡ് പാർട്ടി എന്നാണ്. അതിപ്പോൾ ആരും ആവാം. അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ എടുക്കാം. വേറൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു എന്ന രീതിയിൽ പറയാം. അല്ലെങ്കിൽ വേറൊരു വ്യക്തി നിങ്ങളുടെ ഇടയിൽ കളിച്ചു, വേറൊരു വ്യക്തി നിങ്ങളുടെ ഇടയിൽ വന്നു, എന്തോ ആയിക്കോട്ടെ. ഒരു തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആണ് ഇവിടെ. സോ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പ് വലുതൊക്കെ ആണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ഇടയിൽ വേറെ തേർഡ് പാർട്ടി വന്ന പേരിലാണ് നിങ്ങൾ തമ്മിൽ എൻഡായി പോയത്. പക്ഷെ അവർക്കിപ്പോൾ ആ നഷ്ടബോധം അവർക്കും ഫീലിംഗ് ഉണ്ട്. അവർക്കും നിങ്ങളെ നഷ്ടപ്പെട്ടതിൻ്റെ വിഷമം അവർക്കും ഉണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ എൻഡായി പോയിട്ടുണ്ട്. ഐ തിങ്ക് റിലേഷൻഷിപ്പ് എൻഡായി പോയിട്ടുണ്ട്. അത് അഗൈൻ ഞാൻ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി റീസൺ ആണ്. സോ അവർക്കും ആ വിഷമം തീർച്ചയായിട്ടും ഉണ്ട്. യെസ്, മാരീഡ് പേഴ്സൺ ആയിരിക്കാം ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ, മാരീഡ് ആണെങ്കിൽ ചിലപ്പോൾ ആ തേർഡ് പാർട്ടി അവർ ലൈക്ക് ഹസ്ബൻഡ് ഓർ വൈഫ് ആയിരിക്കാം. അത് കാരണമാണ് നിങ്ങളെ വിട്ടു പോയത് എന്ന് നമുക്ക് കാണുന്നുണ്ട്. ഫുൾ കാർഡ്, Queen of Wands, ഗുഡ് ഹെർഫൻഡ്. ഓക്കെ, ഇവിടെ ഒരു ചോയ്സിൻ്റെ ഒരു സിറ്റുവേഷൻ വന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു ചോയ്സിൻ്റെ ഒരു സിറ്റുവേഷൻ വന്നു. അത് നിങ്ങളെ വേണോ തേർഡ് പാർട്ടി വേണോ എന്നുള്ളൊരു സിറ്റുവേഷൻ. അത് ഫാമിലിയും ആവാം, ആരും ആവാം. ഓക്കെ, നിങ്ങളെടുക്കുക. അതിനനുസരിച്ച് റിലീജിയൻ എന്ന പ്രശ്നം കൊണ്ടായിരിക്കാം, ഫാമിലിയുടെ വാക്ക് കേൾക്കണോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഈവൻ നിങ്ങൾ ഫ്രണ്ട്സ് ആണെങ്കിലും ലൈക്ക് വേറെ ആരെങ്കിലും ലൈക്ക് ഇടയിൽ കളിച്ചു എന്ന രീതിക്ക്. പക്ഷെ ഇവിടെ കൂടുതലും എനിക്ക് റിലേഷൻഷിപ്പ് ആണെന്ന് ഫീൽ ചെയ്യുന്നത് ഈ പൈലുകാർക്ക്. ഓക്കെ, നിങ്ങൾക്ക് വീണ്ടും ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവും, അത്ര പറയാൻ ഞാൻ. ഓക്കെ, നിങ്ങൾ തമ്മിൽ വീണ്ടും റീസ്റ്റാർട്ട് ഉണ്ട്. അത് ഓൾറെഡി ഇവിടെ കിട്ടിയിരുന്നു എനിക്ക്. ഞാൻ ജസ്റ്റ് പക്ഷേ കൺഫർമേഷൻ എടുത്താണ്. നിങ്ങൾ തമ്മിലൊരു സെലിബ്രേഷൻ വരും. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു മീറ്റിങ്ങിന് ചാൻസ് ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഇവിടെ കിങ് ഓഫ് വാൻസ് എനർജി ഉണ്ട്. സോ നിങ്ങളുടെ പേഴ്സൺ ആര് തന്നെ ആയാലും ശരി, അവർ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു വീണ്ടും ഒരു ബിഗിനിങ് ഉണ്ടാവും. ഒരു ആക്ച്വലി വേൾഡും ഉണ്ടായിരുന്നു, ഫുള്ളും ഉണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ,
ഇവിടെ അവർ നിങ്ങളെ വിട്ടു മാറിപ്പോയത് ഐ തിങ്ക് അവർ ഒരു ചോയ്സ് വന്നപ്പോഴാണ്. എനിക്ക് അവർ ആരെ വേണം എന്നുള്ളൊരു ചോയ്സ്, അല്ലെങ്കിൽ അവർ ഫാമിലി പറഞ്ഞ് കേൾക്കണോ നിങ്ങളെ വേണോ എന്നുള്ളൊരു ചോയ്സ് വന്നപ്പോഴാണ് അവർ നിങ്ങളുടെ അടുത്ത് മാറിപ്പോയത്. പല കാര്യങ്ങളുമായിരിക്കാം. ഓക്കെ, ഈവൻ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ അതൊന്ന് അതുകൂടി കൂട്ടിക്കുഴയ്ക്കണോണ്ടാണെന്ന് കേട്ടോ ഇത്ര കൺഫ്യൂഷൻ. ഓക്കെ, ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, ഓക്കെ, അവരുടെ ലൈഫിൽ വേറെ ഏതെങ്കിലും ആളുമായിട്ട് അവർ ഭയങ്കര അറ്റാച്ച്ഡ് ആയി, അപ്പം നിങ്ങളുമായിട്ട് അകന്നു എന്ന രീതിക്ക് എടുത്തോളൂ. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു നിങ്ങളുടെ ഇടയിൽ, അങ്ങനെയൊക്കെ ആയിരിക്കാം. ഓക്കെ, ബട്ട് ഇവിടെ ഇപ്പോൾ ആ പേഴ്സണിന് ആര് തന്നെയായാലും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഹൈറോഫന്റ് ഉണ്ട്, ഹൈമാൻ, യെസ്, നിങ്ങളെ പിന്നിൽ നിന്ന് ചതിച്ചിട്ട് പോയതായിരിക്കും. ചതിച്ചു എന്ന് പറഞ്ഞാൽ വാക്ക് തന്നിട്ട് പാലിച്ചില്ല, അതും ആവാം. നിങ്ങളോട് അറ്റാച്ച്ഡ് ആയിട്ട് ചിലപ്പോൾ കമ്മിറ്റ്മെൻറ്റ് തന്നിട്ട് പാലിക്കാതെ പോയതായിരിക്കാം. ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ മാരേജ് ഓഫർ തന്നിട്ട് എന്തിൻ്റെ ആയാലും ശരി, ഓക്കെ, നിങ്ങളോടുള്ള ഫ്രണ്ട്ഷിപ്പ് നിങ്ങളെ ബാക്ക് സ്റ്റാപ്പ് ചെയ്ത് പോയി എന്നും എടുക്കാം, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, അങ്ങനെ എന്തുണ്ടെങ്കിലും ശരി, തിരിച്ച് ഇപ്പം അവർ കുറച്ച് സ്റ്റക്കാണ്. ചില സിറ്റുവേഷൻസിൽ അവർ സ്റ്റക്കായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഹാങ്മാൻ സിറ്റുവേഷൻ ഉണ്ട്. കുറച്ച് സമയം എടുക്കും അവർ തിരിച്ചു വരാൻ, ബട്ട് തീർച്ചയായിട്ടും തിരിച്ചു വരും. ഓക്കെ, ഇവിടെ ഒരു ചോയ്സിൻ്റെ കാര്യം, രണ്ടും പറയുന്ന ചോയ്സാണ്, തീരുമാനങ്ങൾ. ഓക്കെ, അവർക്ക് എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു ഡിസിഷൻ. ഓക്കെ, അതെടുത്തിട്ട് അവർ പക്ഷെ നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്, നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. എൻ്റെ ഇവിടെ ഇത് കപ്പിളായിട്ട് എടുക്കാം, ക്വീൻ ഓഫ് വോൺസ്, കിങ് ഓഫ് വോൺസ്. ഞാൻ പറഞ്ഞ പോലെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി മാരീഡ് ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ, നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരും. ഓക്കെ, അല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിലും അവർ നിങ്ങളെ ചൂസ് ചെയ്യുമെന്ന് പറയാം, നിങ്ങളെ ചൂസ് ചെയ്ത് വരും. നിങ്ങൾ തമ്മിലൊരു മീറ്റിങ്ങിന് പോസിബിലിറ്റി ഉണ്ട്, തേർഡ് പാർട്ടീസ് ഉണ്ടെങ്കിലും ശരി, ആരുണ്ടെങ്കിലും ശരി, അവർ നിങ്ങളെ ചൂസ് ചെയ്ത് വരും. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് ഒരു റീയൂണിയൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, മെസ്സേജ് പ്രതീക്ഷിക്കാം. ആദ്യം തന്നെ കണ്ടത് അവരുടെ മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എൻഡായി പോയ കാര്യം വീണ്ടും റീസ്റ്റാർട്ട് ആവും എന്ന് തന്നെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇത് എപ്പോൾ എന്ന് നമ്മൾ ടൈമിംഗ് ആയിട്ട് ആക്ച്വലി ഞാൻ ചിന്തിച്ചില്ല. കാരണം ഇത്ര ലൈക്ക് ഇത് പാസ്റ്റിൽ നിങ്ങളെ വിട്ടുപോയൊരു വ്യക്തി ഓക്കെ തിരിച്ചു വരും, നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ആൻഡ് കുറച്ച് ഒറക്കിൾ മെസ്സേജസ് കൂടി എടുക്കാം. നിങ്ങൾക്കുള്ള ഒറക്കിൾ മെസ്സേജസ് കൂടി എടുക്കാം നമുക്ക്. ആക്ച്വലി ഞാൻ ജനറലായിട്ട് പറയാൻ നോക്കിയതുകൊണ്ടാണ് ഇത്ര കൺഫ്യൂഷൻ കേട്ടോ. ഞാൻ എല്ലാം കൂടി പറയാൻ ശ്രമിക്കുകയായിരുന്നു നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ, ഒറക്കിൾ മെസ്സേജസ് എന്താ പറയുക? Man holding a coin. Door to personal healing and happiness. Very nice. Cornucopia. Wow. And woman holding a coin. ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്? കപ്പിളായിട്ട് കണ്ടു എന്ന് പറഞ്ഞു. ഒരു കാർഡ് കൂടി എടുത്തേക്കാം. I just want to see one more contract. Okay, that's fine. Broken heart. Oh my God. Beautiful, beautiful. Okay, financial പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ വിട്ടു പോയത്. ഓക്കെ, കുറച്ച് പേർക്ക്, ചിലവർക്ക് യെസ്, മാൻ ഹോൾഡിങ് എ ഹാർട്ട് ആൻഡ് ഓക്കെ, അവർക്ക് സ്നേഹമുണ്ട് നിങ്ങളോട്. ആ പേഴ്സൺ ആര് തന്നെ ആയാലും ശരി, നിങ്ങളെ വിട്ടുപോയ പേഴ്സൺ, സ്നേഹം എന്ന് പറയുമ്പോൾ അത് നിങ്ങളെടുത്തോളൂ. റിലേഷൻഷിപ്പ് ജസ്റ്റ് നമ്മുടെ ഫാമിലി മെമ്പർ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്ന രീതിയിൽ. നിങ്ങളെ വേദനിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ, വേദനിപ്പിച്ച് നിങ്ങളുടെ അടുത്ത് മാറി നിന്ന് ആരെങ്കിലും ഓക്കെ അവർ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. ആൻഡ് കുറേ പേർക്കെങ്കിലും ഞാൻ പറഞ്ഞ പോലെ കമ്മിറ്റ്മെൻറ്റ് ഓഫർ വരുന്നു. ഓക്കെ, മാരേജ് ഓഫർ മീൻസ് അവർ നിങ്ങളെ ചൂസ് ചെയ്യും എന്നെടുക്കാം. ഓക്കെ, നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാൻ അവർ തീരുമാനിക്കും, അവർ നിങ്ങളെ ചൂസ് ചെയ്യും. ആൻഡ് ഇവിടെ ഐ തിങ്ക് കപ്പിളായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി മാരീഡ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഹസ്ബൻഡോ വൈഫോ ആണെങ്കിൽ വിട്ടുപോയ അങ്ങനെ നിങ്ങൾ പിരിയാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് അവർ തിരിച്ചു വരും. തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിലും അത് വിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. ആൻഡ് ഡോർ ടു പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ്. യെസ്, നിങ്ങൾ ഹാപ്പിനെസ് നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, ആ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു ഓഫർ പ്രതീക്ഷിക്കാം. ആൻഡ് കോർണുകോപ്പിയ എന്ന് പറഞ്ഞാൽ സന്തോഷങ്ങൾ തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ, അബണ്ടൻസ് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. സോ വളരെ പോസിറ്റീവായിട്ടുള്ള മെസ്സേജസ് ആണ് ഇവിടെ. നിങ്ങൾ എൻഡായി പോയ സിറ്റുവേഷൻ ഓക്കെ അത് വീണ്ടും തിരിച്ചു വരുന്നു എന്നാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പോലെയാണ് തോന്നിയത്. ഈവൻ അല്ല, ഇപ്പം നിങ്ങൾ എൻഡായി പോയ കാര്യം അല്ലെങ്കിൽ പോലും ഓക്കെ നിങ്ങൾ തമ്മിൽ ചെറിയ സെപ്പറേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അധികം കോൺടാക്ട് ഇല്ല, അങ്ങനത്തെ ആൾക്കാരാണെങ്കിലും ശരി ഓക്കെ, നിങ്ങൾ ഏത് റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിച്ചാലും ഓക്കെ ആ റിലേഷൻഷിപ്പ് വീണ്ടും നിങ്ങളുടെ ലൈഫിൽ ബെറ്റർ ആയിട്ട് വരും എന്ന് പറയാം. ഓക്കെ, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് വരും അത് കമ്മ്യൂണിറ്റി. യെസ്, ഓക്കെ, സൺ ഹാപ്പിനെസ് വരും. നമ്മൾ ഓൾറെഡി സൺ കാർഡ് കണ്ടിരുന്നു. ഓക്കെ, സോ നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരും എന്ന് തന്നെയാണ്. ഓക്കെ, ആ പേഴ്സണുമായിട്ട് ഒരു റീയൂണിയൻ പ്രതീക്ഷിക്കാം. ഓക്കെ, സോ നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും. നന്ദി, നമസ്കാരം.